മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ പാദശുദ്ധിയെ വാഴ്ത്തിയും ഗുരുവായൂർ അമ്പലത്തിലെ പുണ്യാഹത്തെ പരിഹസിച്ചും ഒരു കുറിപ്പ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന പരിഹാര കർമ്മത്തെ അധിക്ഷേപിച്ച് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗവും വൈറൽ പ്രഭാഷകനുമായ വി.കെ. സുരേഷ് ബാബു. പൂജാരിമാരുടെ കാലുകളുടെ അത്രയും അശുദ്ധി മുസ്ലിമിന്റെ കാലിനില്ല. ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിലെ അശുദ്ധി മാറ്റാൻ ബ്ലീച്ചിംഗ് പൗഡറും ക്ലോറിനും കലക്കുകയാണ് വേണ്ടത് എന്നാണ് CPI നേതാവായ സുരേഷ് ബാബു കുറിച്ചിരിക്കുന്നത്. ഗുരുവായൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്. അവിടെയെല്ലാമുള്ള മലമൂത്ര വിസർജനാദികൾ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് ഭൂഗർഭ ജലത്തിൽ കലരുന്നുണ്ട്. ഇത് ശുദ്ധീകരിക്കാൻ ബ്ലീച്ചിംഗ് പൗഡറും ക്ലോറിനും കലക്കുകയാണ് ഏക പോംവഴി. മുസ്ലിം സമുദായം പാദശുദ്ധിയിൽ മറ്റേത് മതസ്ഥരെക്കാളും മുന്നിലുള്ളവരാണ്. 5 നേരം നമസ്കരിക്കുന്നതിന് മുൻപായി കൈകാലുകൾ വൃത്തിയായി കഴുകുന്നത് അവർ കൃത്യമായി പാലിച്ചു വരുന്ന ശീലമാണ്. എന്നാൽ ക്ഷേത്ര പൂജാരിമാരുടെ കാലുകൾ ഞാൻ നിരീക്ഷിക്കാറുണ്ട്. നഖം പോലും മുറിക്കാത്ത ചിലരെ കാണാറുണ്ട്. നിരന്തരം അഭിഷേകവും തേവാരവും നടത്തുന്നതിനിടയിൽ കാലിന്റെ ഈർപ്പം പോകാതെ നിൽക്കുന്നതിനാൽ സ്ഥിരമായി പുഴുക്കടിയും കുഴിനഖവുമുള്ള ചില ശാന്തിക്കാരെ കണ്ടിട്ടുണ്ട്. അവർ കാല് കഴുകുമ്പോൾ അശുദ്ധമാകാത്ത കുളം ഒരു മുസ്ലിം കാല് കഴുകുമ്പോൾ അശുദ്ധമാകുന്നത് എങ്ങനെ? ഇങ്ങനെ പോകുന്നു സുരേഷ് ബാബുവിന്റെ പരിഹാസക്കുറിപ്പ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫറിന്റെ റീൽ ചിത്രീകരണത്തിന് പിന്നാലെ പുണ്യാഹം നടത്താനുള്ള തീരുമാനത്തിൽ പ്രതികരിച്ച് സംവിധായിക ഐഷ സുൽത്താനയും രംഗത്ത് വന്നിട്ടുണ്ട്. റീൽസ് ചിത്രീകരിക്കാൻ അഹിന്ദുവായ യുവതി ക്ഷേത്രക്കുളത്തിൽ കാൽ കഴുകി എന്ന കാരണത്താലാണ് കുളം പുണ്യാഹം നടത്തുന്നത്. ഒരു മനുഷ്യ സ്ത്രീ കുളത്തിൽ കാല് കഴുകിയാൽ അശുദ്ധമാവുന്നതാണോ കുളം എന്ന് ഐഷ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ചോദിക്കുന്നു. ഈ ഒരു കാര്യത്തിൽ കേരളത്തിലെ നല്ലവരായ മനുഷ്യരുടെ അഭിപ്രായം എന്താണ്? ഒരു മനുഷ്യ സ്ത്രീ കുളത്തിൽ കാല് കഴുകിയാൽ അശുദ്ധമാവുന്നതാണോ കുളം? എനിക്ക് ഇക്കാര്യത്തിൽ വലിയ അറിവില്ലാത്തതുകൊണ്ട് ഇതിനെപ്പറ്റി അറിയാവുന്നവർ ഒന്ന് പറഞ്ഞു തരണം. കുളത്തിന് ഈ അവസ്ഥയാണെങ്കിൽ ആ കടലിന്റെ ഒരു അവസ്ഥയെ ഐഷ കുറിച്ചു. അതേസമയം ക്ഷേത്രത്തിൽ 6 ദിവസത്തെ പൂജകളും ശിവേലിയും നടത്താനും തീരുമാനിച്ചു. രാവിലെ മുതൽ 18 പൂജകളും 18 ശിവേലിയും വീണ്ടും നടത്തും. ഉച്ചവരെ ദർശനത്തിന് നിയന്ത്രണമുണ്ട്. റീൽസ് ചിത്രീകരിച്ചതിൽ ജാസ്മിനെതിരെ ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതിക്ക് പിന്നാലെ റീൽസ് ചിത്രീകരിച്ചതിൽ ജാസ്മിൻ ക്ഷമാപണം നടത്തി. ജാസ്മിൻ ജാഫർ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലാണ് റീൽ പോസ്റ്റ് ചെയ്തിരുന്നത്. ഇതിൽ ക്ഷേത്ര തീർത്ഥക്കുളത്തിൽ ജാസ്മിൻ കാൽ കഴുകുന്ന ഭാഗവും നടപ്പുരയിൽ നിന്ന് ചിത്രീകരിച്ച ഭാഗവും ഉണ്ടായിരുന്നു. തുടർന്ന് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാറാണ് പരാതി നൽകിയത്. ടെമ്പിൾ പോലീസിന് നൽകിയ പരാതി പിന്നീട് കോടതിക്ക് കൈമാറി. നടപ്പുരയിൽ വീഡിയോ ചിത്രീകരിക്കുന്നത് കോടതി വിലക്ക് ഏർപ്പെടുത്തിയതാണ്. പുണ്യസ്ഥലമായി കണക്കാക്കപ്പെടുന്ന തീർത്ഥക്കുളത്തിൽ അനുമതിയില്ലാതെ വീഡിയോ ചിത്രീകരിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്ന് ക്ഷേത്രാധികാരികൾ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഇത് വിവാദമായതോടെ ജാസ്മിൻ റീൽ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കളയുകയും ക്ഷമ പറയുകയും ചെയ്തിരുന്നു. ആരെയും വേദനിപ്പിക്കാനോ പ്രശ്നമുണ്ടാക്കാനോ അല്ല വീഡിയോ ചിത്രീകരിച്ചത് എന്നും അറിവില്ലായ്മ കാരണമാണെന്നും ജാസ്മിൻ വ്യക്തമാക്കിയിരുന്നു. വീഡിയോ ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് മനസ്സിലാക്കുന്നു. തെറ്റിന് ക്ഷമ ചോദിക്കുന്നുവെന്നും അവർ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി കുറിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.